السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. അഭിവന്യരായ സത്യവിശ്വാസികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമാണ് ഈ വരുന്ന ജൂൺ 26 അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യ വംശത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന നേർവഴി പ്രബോധനം ചെയ്യാൻ അമ്പിയാക്കന്മാരെന്ന പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ലോകപ്രവാചകനായി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുകയും മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന വിശുദ്ധമായ നേർവഴി എന്ന ഹിദായത്തിൻ്റെ മാർഗം അവിടുത്തെ സച്ചിതരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ സ്വഹാബത്തിനോട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചെന്നുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം പ്രബോധനം ചെയ്യാൻ ഉത്തരവാദപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സച്ചിതരായ സ്വഹാബത്തിലൂടെ താബിഈങ്ങൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം പഠിക്കുകയും ആ യഥാർത്ഥ രൂപം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം കടന്നു വരികയുണ്ടായി. വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് നമ്മുടെ മുൻഗാമികൾ സ്വഹാബത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ആ സ്വഹാബത്തിൻ്റെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാന്താവിലൂടെ കേരള മുസ്ലിങ്ങളും വളരെ ഐക്യപ്പെട്ടുകൊണ്ടും എവിടെയും ഒരു ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ ശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തിലൂടെ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം ഇതിന് യാതൊരു വിധത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാതെ ശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല സുവർണാവസരമായിരുന്നു ഉണ്ടായിരുന്നത്. ദൗർഭാഗ്യവശാൽ കാലം കുറേ കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ ചില വ്യതിയാനങ്ങളും മാറ്റങ്ങളും വരുത്തി അതിനെ പരിഷ്കരിക്കാൻ വേണ്ടി ചില ഉൽപ്പതിഷ്ണുക്കൾ മുൻകൈയെടുക്കുകയും അതനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ബിദ്അത്ത് എന്ന ആശയം അഥവാ പുത്തനാശയം ജനങ്ങളിൽ സന്നിവേശിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സമയത്ത് സത്യവിശ്വാസികളുടെ വിശ്വാസത്തിനും അവരുടെ കർമ്മത്തിനും ആഘാതം സംഭവിക്കുമോ എന്ന് അക്കാലഘട്ടത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ആലോചിക്കുകയും അവരുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി അതിന് തടയിടാൻ വേണ്ടി യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഒറിജിനൽ രൂപം തന്നെ ഇവിടെ നിലനിർത്തുന്നതിനും അത് പ്രബോധനം ചെയ്യുന്നതിനും ഒരു കൂട്ടായ യജ്ഞം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഒരു ആധ്യാത്മിക സംഘടനയാണ് ആ സംഘടന. അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ആരിഫും വലിയുമായ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ അവറുകളായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള ഉന്നതരും ശീർഷരായ മഹാന്മാരായ പണ്ഡിതന്മാരെ കോഴിക്കോട് വിളിച്ചു വരുത്തുകയും
അവിടെ വെച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരു സുസംഘടിതമായ പ്രവർത്തനം അനിവാര്യമാണെന്ന് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 1926 ജൂൺ 26 രൂപീകൃതമായ ഒരു മഹത്തായ സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 100 വർഷമായി അത് ഇസ്ലാമിക യഥാർത്ഥ പ്രബോധനം ഇവിടെ നടത്തുകയും സമുദായത്തിൻ്റെ വിശ്വാസവും അവരുടെ കർമ്മവും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു വരുന്നു. അതിനാവശ്യമായ ഒട്ടേറെ പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരുപാട് തീരുമാനങ്ങളും ഒരുപാട് ഫത്വകളും ഒരുപാട് സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കി. എന്നാൽ ആ തീരുമാനത്തെയോ ഫത്വകളെയോ ഇന്നേ വരെ ആരും എതിർത്തിട്ടുമില്ല. എതിർത്തവരെല്ലാം പത്തിമടക്കി പിന്മാറുകയും ചെയ്ത ചരിത്രമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് എന്നതും ഒരു സത്യമാണ്. ലോക മുസ്ലിം സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി വരെ ഈ സംഘടനയോട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചില ഫത്വകളും ചില തീരുമാനങ്ങളും എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനും ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് തക്കതായ മറുപടി നൽകാതെ അവർ ക്ഷമാപണം നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടിരിക്കുന്ന പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിലാണ്. മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ വളരെ പ്രശംസനീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സമസ്തയുടേത്. അതിൽ നമുക്ക് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് 11,000-ലധികം മദ്രസകൾ സ്ഥാപിച്ചിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മതം വിദ്യാഭ്യാസ ബോർഡ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലക്ഷങ്ങൾ ഈ മഹത്തായ സംവിധാനത്തിലൂടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര കർമ്മങ്ങളെല്ലാം യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു അവരുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കേന്ദ്രീകരിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് പട്ടിക്കാടിനടുത്തുള്ള MEA എന്ന എഞ്ചിനീയറിംഗ് കോളേജ്. വളരെ സുസ്ഥിരമായി ആ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനകം ഒരുപാട് എഞ്ചിനീയർമാരെയും അതുപോലെയുള്ള സാങ്കേതിക വിദ്യ അഭ്യസിച്ച ഒരുപാട് പ്രതിഭകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത കാലത്ത് രൂപീകരിച്ചിരിക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സംവിധാനമാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ SNEC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതി. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വളരെ സുസ്ഥിരമായി അത് നടന്നു വരുന്നുണ്ട്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ സംവിധാനം സ്വാഗതാർഹമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സംവിധാനത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത് ഒരു നല്ല പണ്ഡിതനെയും ഒരു നല്ല ഭൗതിക വിദ്യ നേടിയ ഒരു നല്ല വിദ്യാഭ്യാസ സമ്പന്നനെയാണ് നാം ലക്ഷ്യമിടുന്നത്. സനായി എന്ന ബിരുദവും ആൺകുട്ടികൾക്കും സനായിയ എന്ന ബിരുദം പെൺകുട്ടികൾക്കും നൽകിക്കൊണ്ടുള്ള ഈ വിദ്യാഭ്യാസ മുന്നേറ്റം വളരെ ദ്രുതഗതിയിൽ പോകുന്നുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ആധ്യാത്മിക ചിന്തയും ധാർമ്മിക ബോധവുമുള്ള
ഒരു നല്ല വിദ്യാഭ്യാസം നേടിയ സമൂഹത്തിനെയാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ പലവിധ സ്ട്രീമുകളും നാം അതിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരിയ പ്ലസ്, ശരിയ എന്നീ 2 സ്ട്രീമുകളിലൂടെ ആൺകുട്ടികൾക്കും അതിൽ മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ ശരിയ പ്ലസും ശരിയ സ്ട്രീമും പെൺകുട്ടികൾക്കുമായി സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെയും ധാർമ്മിക ബോധത്തിലൂടെയും വളർത്തിയെടുക്കുന്ന ലൈഫ് സ്ട്രീമും ഈ SNECയുടെ വിദ്യാഭ്യാസ പദ്ധതികൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ട്രീമാണ്. അതുപോലെ മറ്റ് പല സ്ട്രീമുകളിലൂടെ നമ്മുടെ SNEC വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണം. ഇവിടെ നിലനിന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പാരമ്പര്യ പാണ്ഡിത്യം സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു മാതൃകാ പണ്ഡിതന്മാരെയും അത് പണ്ഡിതന്മാരായ പുരുഷന്മാരെയും മാതൃകാ പണ്ഡിതകളായ വനിതകളെയും നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാനും അതുവഴി ഒരു വലിയ ധാർമ്മിക വിപ്ലവം തന്നെ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സംവിധാനത്തെ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും വളരെ ഗൗരവത്തിൽ കാണുകയും അത് വളരെ ഭാവിയിൽ നമുക്ക് വളരെ ഗുണകരമായ ഒരു സംവിധാനമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടും ഈ മഹത്തായ സംവിധാനത്തിൽ നാം വളരെ ആത്മാർത്ഥമായി പങ്കുചേരണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ SNECയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ഇതെല്ലാം പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ദീനീ സേവനമാണെന്ന് നാം പ്രത്യേകം കരുതുകയും അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ഉതകുന്ന ഒരു മഹത്തായ സംവിധാനമാണെന്ന് കരുതി അതിനെ പരിപോഷിപ്പിക്കുവാനും അതിനെ വളർത്തിയെടുക്കുവാനും നാം പരിശ്രമിക്കണം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും അതിനൊക്കെ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമാണെന്നുള്ളത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുകയും വലിയ ആശ്വാസം പകരുന്നതുമാണ്. ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ മറ്റ് പല സാംസ്കാരിക രംഗങ്ങളിലും മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്താങ്ങുകയും അതിനെ അനുകൂലിക്കുകയും അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം സത്യവിശ്വാസികളെ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ പദ്ധതി ഇന്ന് കേരളത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ടെന്ന് അതിന് പുറമെ ഈ ലേണിംഗ് മദ്രസയിലൂടെ അങ്ങനെ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ മക്കൾ ഓൺലൈനിലൂടെ അവർ വിദ്യാഭ്യാസം കരഗതമാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സംവിധാനമാണ് അൽബിർ സംവിധാനം. ആ അൽബിറിൽ നമ്മുടെ കുരുന്നുകൾ പഠിക്കുകയും അവരെ ചെറുപ്പത്തിൽ തന്നെ ദീനീ ചിട്ടയിലൂടെ വളർത്തിയെടുക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ്. അതിനും വലിയ സ്വീകാര്യതയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എന്ന് മാത്രമല്ല ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വരെ അൽബിറിൻ്റെ സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വളരെ സുസ്ഥിരമായി അത് മുന്നോട്ട് പോകുന്നുണ്ട്.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന ഫളീല എന്ന നമ്മുടെ പെൺകുട്ടികൾക്കുള്ള പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി, അൽഹംദുലില്ലാ അതിനും വലിയ സ്വാഗതമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സമ്പൂർണ്ണ ക്യാമ്പസ് ഇൻഷാ അല്ലാഹ് കാഞ്ഞങ്ങാടിനടുത്ത് പൂച്ചക്കാടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയായാൽ ഒരു വലിയ സംവിധാനത്തിലൂടെ നമ്മുടെ പെൺകുട്ടികളെ അവിടെ വെച്ച് വിദ്യാഭ്യാസം നൽകി മാതൃകാ വനിതകളായി വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂസിറ്റി എന്ന SNCയുടെ ഏറ്റവും വലിയ സംവിധാനം, അൽഹംദുലില്ലാ അതിൻ്റെ ആദ്യപടികളിലേക്ക് നാം കടന്നു കഴിഞ്ഞു. അതുകൂടി ഇവിടെ സ്വായത്തമായാൽ ഈ SNCയുടെ മുന്നേറ്റം ഒരു അന്താരാഷ്ട്ര തലത്തിൽ അത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം പല സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പല പദ്ധതികളായിട്ട് നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ SMF, നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF, SBV തുടങ്ങിയ ഒട്ടേറെ സംഘടനകളും ഒട്ടേറെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മദർസ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അവരുടെ സേവനവും ഇപ്പോൾ വളരെ സുസ്ഥിരമായി നമ്മുടെ മദർസകളിലും നമ്മുടെ റേഞ്ച് തലങ്ങളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങളാണ്. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായ ജൂൺ 26 ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളുടെ ആഹ്വാനപ്രകാരം അന്ന് നടക്കുന്ന വിവിധ പരിപാടികൾ ഇതിനകം പത്രങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നടപ്പിൽ വരുത്തിക്കൊണ്ട് പതാക ദിനം ശ്രദ്ധേയമാക്കുകയും അതൊരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിൽ എല്ലായിടത്തും അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു. ഇതെല്ലാം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. സത്യവിശ്വാസികളോട് അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ സത്യവാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടുവാനും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യവാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുന്ന സുവർണാവസരങ്ങളാണ്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന് ഇഷ്ടദാസന്മാരായി അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന അടിമകളായി തീരാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.